Hello friends, welcome back to our channel. Part 1 വീഡിയോ മധുർ ബ്രഹ്മകലശം മൂടപ്പ സേവൻ്റെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. നോക്കാത്തവർ പോയി നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ പാർട്ട് 2 വീഡിയോ. പാർട്ട് 1 ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോവാം. ദേവൻ്റെ ഉത്സവ ബലി കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ മൂടപ്പസേക്കുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ ഞങ്ങൾ പുറത്ത് ഉഗ്രാണ, അത് ഉൽപ്പെ കാഴ്ചയിലെല്ലാം വന്ന പച്ചക്കറികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയുള്ള സ്ഥലം ആടെ നോക്കാൻ പോയി. പോകുന്ന വഴിയിൽ തന്നെ തേങ്ങ ഒക്കെ ഇങ്ങനെ പുറത്തുതന്നെ ഇങ്ങനെ ഫുള്ള് ഒരു ഏരിയയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉഗ്രാണൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയപ്പോൾ ആദ്യം തന്നെ ഒരു ഗണപതിൻ്റെ വിഗ്രഹം, ഫോട്ടോ, അങ്ങനെയുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഫുള്ള് പച്ചക്കറികൾ, പിന്നെ പച്ചക്കറികളിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു ഗണപതി, പിന്നെ വലിയൊരു ഗണപതി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ശിവലിംഗം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഞാൻ ചെയ്തിനോന്നറിയില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ അതൊക്കെയുള്ളൊരു വീഡിയോസാണത്. ചക്ക ഒക്കെ പഴുത്ത് നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ പഴമൊക്കെ പഴുത്ത് ആരെങ്കിലും വന്നാൽ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഗണപതി. പിന്നെ വലുതായിട്ടുള്ള ഒരു ഗണപതി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് വലിയ ഗണപതി. അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇത് വാഴ കുറേ ഉണ്ടായിരുന്നു. അതിൽ പഴുത്തതൊക്കെ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയതിൽ പഴുത്തതൊക്കെ വന്ന ഭക്താദികൾ ഇങ്ങനെ എടുത്ത് കഴിക്കുക. ബിക്കോസ് ഇല്ലെങ്കിൽ അത് പിന്നെ വെറുതെ കേടായി പോവില്ലേ. അങ്ങനെ അവർ തന്നെ എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ എടുക്കെടുക്ക് ഒരു ചെറിയൊരു ഡസ്റ്റ്ബിൻസും വെച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ച വാഴപ്പഴത്തിൻ്റെ തോലി ഒക്കെ ഇടാൻ വേണ്ടി. അങ്ങനെ ഇത് ഇപ്പുറത്തെ സൈഡിൽ അരി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ വലിയ വലിയ ചാക്ക് അരി, അങ്ങനത്തെ ധാന്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ സാധനമായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ പൈസ ഒക്കെ ഭണ്ഡാരത്തിലിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഏരിയ, അരി അങ്ങനത്തെ ഒക്കെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയും എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ക്രീനിൽ ഞങ്ങൾക്ക് എല്ലാം കാണാം. പിന്നെ കുറേ പ്ലേറ്റ്സ് അങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ യൂസ് ചെയ്യാൻ എടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പഴം, എല്ലാവർക്കും ഇങ്ങനെ എടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ പുറത്ത് പഴുത്ത ചക്ക ഇങ്ങനെ കട്ട് ചെയ്ത് വന്നവർക്കൊക്കെ ഇങ്ങനെ സ്ലൈസാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെഗാ തിരുവാതിര കാണാൻ പോയി.
ചാനൽ റിപ്പോർട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ അവിടെ ബ്രഹ്മകലശത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്ന് സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം, ഒരു സ്റ്റേജിൽ യക്ഷഗാനം, പിന്നെ ഒരു സ്റ്റേജിൽ കച്ചേരി, ഭരതനാട്യം, അങ്ങനെ വേറെ വേറെ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ കുറച്ച് കണ്ടു. പിന്നെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു, അതും കണ്ടു. പിന്നെ ഞങ്ങൾ ഇത് ഉൽപ്പ അമ്പലത്തിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെണ്ട, അത് അപ്പോൾ ഈ പോപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പേപ്പേഴ്സാണത്. പിന്നെ ഞങ്ങൾ ചന്ത, അപ്പോൾ ഇയറിങ്സ് അങ്ങനത്തെ ഒക്കെ നോക്കാൻ പോയി. പിന്നെ ഹെയർ ക്ലിപ്സ്, ബാംഗിൾസ് എല്ലാവരും കാണാൻ പോവില്ല, ഉത്സവം ഉണ്ടായത്. അപ്പം അങ്ങനെ ഞങ്ങളും പോയി എല്ലാം കണ്ടു. കുറേ ഭരണി അങ്ങനത്തെ സാധനമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗെയിംസും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഫുഡ് ഐറ്റംസ്, ട്വിസ്റ്റർ, പൊട്ടാറ്റോ ട്വിസ്റ്റർ, പിന്നെ സ്വീറ്റ് കോൺ, പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ ട്രെയിന്, അതൊക്കെ ഉണ്ടായിരുന്നു. അത്രേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 2 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അംകി ഡയറീസ്. പാർട്ട് 3 വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരും. അതുവരെ ടാറ്റാ, ബൈ ബൈ.